ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ടുള്ള ആ ദിക്ർ മജ്ലിസ്, ബദരീങ്ങളെ പേര് പറഞ്ഞിട്ടുള്ള ആ ദിക്ർ മജ്ലിസ്, ബദരീങ്ങളെ കൊണ്ട് ദുആരന്നിട്ടുള്ള ആ ദിക്ർ മജ്ലിസ് ഇന്ന് എല്ലാ നാടുകളിലും നടക്കുകയാണ്. അതൊരു പുതിയ കാര്യമല്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് പോലും ബദരീങ്ങളെ പേര് പറഞ്ഞിരുന്നു. അവരുടെ പേര് പറയുന്നതിന് പോലും കൂലിയുണ്ട്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആര്? അള്ളാന്റെ ദീനിന്റെ കാവൽ ഭടന്മാരായി, ദീനിന്റെ യോദ്ധാക്കളായി ആദ്യമായിട്ട് രംഗത്ത് വന്ന മഹാന്മാരാണ്. 300 ചില്ലാനം സഹാബികള്. അവർ അള്ളാന്റെ പ്രവാചകന്മാർ കഴിഞ്ഞു പോയാൽ പിന്നെ ലോകത്ത് 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന മഹാന്മാരാണ്. ഔലിയാക്കളെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനീയരാണ്. അള്ളാന്റെ സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനം കരഗതമാക്കിയവരാണ്. അവരെ അതാ നബിതങ്ങൾ പോലും ആദരിച്ചു. ഹബീബായ നബി തങ്ങൾ പോലും ആദരിച്ചോ. അതേ ബുഖാരിന്റെ ഹദീസാണല്ലോ, ബുഖാരിന്റെ ഹദീസാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നദാ ജാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മുഅവ്വിദ് എന്ന സഹാബി പെണ്ണ് പറയുന്നു, റുബയ്യ എന്ന സഹാബി പെണ്ണ് പറയുകയാണ്, റുബയ്യ എന്ന പെണ്ണിന്റെ കല്യാണമാ, വിവാഹമാ. ആ വിവാഹ പന്തലിലേക്ക് ജാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വന്നു. റുബയ്യ ബുഖാരിന്റെ ഹദീസാണ്. ഇത് ഏത് വഹാബിയും കളയാൻ നിൽക്കണ്ട, പിന്നെ പിന്നെ കളവാക്കാൻ നിൽക്കണ്ട, ഇത് വാറോലയാക്കാൻ നിൽക്കണ്ട, ഇത് ഖുറാഫാത്ത് അനാചാരം ചൊല്ലാൻ നിൽക്കണ്ട. ഇത് ബുഖാരിന്റെ ഹദീസാണ്. ബുഖാരി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള മുഅ്മിനീങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട പ്രമാണമാണ്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട പ്രമാണമാണ് സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. കെട്ടുകഥയല്ല, കെട്ടുകഥയല്ല, രാക്കഥയല്ല, ഇല്ലാ കഥയല്ല, ലഈഫായ ഹദീസല്ല. നല്ല പോലെ കേൾക്കണോ. ജാ റസൂലുള്ളാഹ്, വർക്കപറ ജാ റസൂലുള്ളാഹ്. മുസ്തഫായ നബി തങ്ങളാ മംഗല പന്തലിലേക്ക് വരികയാണ്. അത് ഞങ്ങളെ പൊരൻ്റെ പിള്ളിൽ എപ്പോഴും വേണായ ദിക്റാണത്. ഞങ്ങളെ ഔത്തുറുക എപ്പോഴും ചൊല്ലണായ മജ്ലിസാണത്. ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ അബ്ബ, ഞങ്ങളെ മക്ക എല്ലാവരും കൂടിയിട്ട് ഓതണായ ദിക്റാണത്. മഹാന്മാരായ ബദരീങ്ങളെ പേര് പറയല അത് വലിയൊരു കൂലിയുള്ള വിഷയമാണ്. അവരെ പേര് പറഞ്ഞാൽ തന്നെ കൂലിയുണ്ട്. ബദരിയത്ത് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അസ്മാഉൽ ബദർ, അസ്മാഉൽ ബദർ ഔലിയാക്കന്മാരായ ചില മനുഷ്യന്മാർക്ക് അല്ലാഹു തആല ഔലിയാ പട്ട കൊടുത്തത് കണകൊന്തുണ്ടാ. ഔലിയാക്കന്മാരായ ചില ആൾമാർക്ക് അല്ലാഹു തആല ആ ഔലിയാ പട്ട എങ്ങനെ അറിയോ കൊടുത്തത്? ഇല്ലാ ബിഖറാഅത്തി അസ്മാഇഹിം. അംബിയ മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ പേരങ്ങയെപ്പോഴും ചൊന്നോണ്ടിന്നാറ്. അസ്ഹാബുൽ ബദരീങ്ങളെ പിരിശ വെച്ചെങ്കിൽ, അസ്ഹാബുൽ ബദരീങ്ങളെ പേര് ചൊന്നെങ്കിൽ, അങ്ങളെ പേരിലുള്ള മൗലദോദിയെങ്കിൽ, മജ്ലിസുന്നൂർ ചൊന്നെങ്കിൽ അങ്ങക്ക് അല്ലാഹു തആല ഏറിയ ഫളലും കൂലിയും നൽകുന്നതാണ്. അങ്ങളെ പേരിന് തന്നെ വലിയ മഹത്വമുണ്ട്. അങ്ങളെ പേര് ചൊല്ലക്ക് തന്നെ വലിയ കൂലിയുണ്ടോ? അങ്ങളെ പേരങ്ങനെ ഓതിയോണ്ട് പോയെങ്ക പാടിയോണ്ട് പോയെങ്കിൽ അല്ലാഹുവിന്റെ അടുക്ക വലിയ നേട്ടമുണ്ട്. റുബയ്യ എന്ന പെണ്ണിന്റെ കല്യാണത്തിന് സഹാബി വനിതയാണത്. കൂടെ കൂടിയ ആൾമാർ കേൾക്കണോ, മുഅ്മിനീങ്ങൾ കേൾക്കണോ. റുബയ്യ എന്ന പെണ്ണിന്റെ മംഗൽത്തിറവിടെ കുറെ ചെറിയ ചെറിയ പെണ്ണുമക്ക ദഫ് മുട്ടിയിട്ട് ബദരീങ്ങളെ പേര് ചൊന്നിട്ട് ഇങ്ങനെ പാടിയോണ്ടിന്ത് ബദരീങ്ങളെ മഹത്വവൽക്കരിച്ചിട്ട്, ബദരീങ്ങളെ മദ്ഹാക്കിയിട്ട്, ബദരീങ്ങളെ എടുത്തു പറഞ്ഞിട്ട് ആ മക്ക ദഫ് കൊട്ടിയോണ്ടിന്നാറ്. ഫദഖല റസൂലുള്ളാഹ്, അപ്പോഴാണ് നബിതങ്ങൾ അവിടെ വരുന്നത്. ഹബീബായ നബിതങ്ങൾ അവിടെ കണ്ടത്. പൊന്നാര നബിതങ്ങൾ അവിടെ വന്നപ്പോ ആ ദഫ് മുട്ടിയോണ്ടുള്ള മംഗൽത്തിറ
പന്തലിറവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോ അവിടെ കയറി വന്നപ്പോ ദഫ മുട്ടിയോണ്ടു പാടിയോണ്ടുള്ള ഈ മക്കെന്താക്കി കൊന്തുണ്ട ബദരീങ്ങളെ പേര് ചൊന്നിട്ടുള്ള പാട്ടില്ലേ, ആ പാട്ടവിടെ സൈഡാക്കിയിട്ട് വേറെ പാട്ടെടുത്താറ്. നിങ്ങക്ക് പിടിയായ ആ ചൊന്നത് തലാട്ടറോ അല്ലെ, നിങ്ങൾ ദമ്മൂടിച്ചെന്തൊക്കെ ഊതിയ പുഗ്ഗ പോലെ, നിങ്ങൾ ഭയങ്കര അർസത്തിലുള്ള അറിവാ. ഇത്ര നല്ല മനുഷ്യന്മാർ. റുബയ്യ എന്ന പെണ്ണിന്റെ മംഗലത്തിലൂടെ പെണ്ണുങ്ങ ദഫ് മുട്ടിയിട്ട് ബദരീങ്ങളെ പാട്ടും പറഞ്ഞിട്ട് ദഫ് മുട്ടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കടന്നു വന്നു. ബുഖാരിന്റെ ഹദീസ്, നബി തങ്ങ വന്നപ്പോൾ ഈ ദഫ് മുട്ടിയോണ്ടുള്ള പെണ്ണ് കിടാക്ക, ഈ ദഫ് മുട്ടിയിട്ട് അവിടെ മംഗലത്തിലൂടെ ഭയങ്കര കൊസിയിലുള്ള ഈ കിടാക്ക അങ്ങ പാട്ട് ചേഞ്ച് ആക്കിയിട്ട് ദഫ് മുട്ട് തുടങ്ങിയാറ്. അങ്ങ ചേഞ്ച് ആക്കിയ പാട്ടങ്ങനെ കൊന്തുണ്ട. പിന്നെ പാടിയ ആരെ കുറിച്ച് കൊന്തുണ്ട? ബദരീങ്ങളെ പറ്റിയല്ല, ബദരീങ്ങളെ പറ്റിയല്ല, നബി തങ്ങളെ പറ്റി. ബദരീങ്ങളെക്കാളും വലിയ ആളല്ലേ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടത് കണ്ടപ്പോ ഈ മക്ക പാട്ട് ചേഞ്ചാക്കിയാറ്. ഞങ്ങൾ പാടിയ എന്തുണ്ട്? വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീൻ, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീൻ. അതേ നാളത്തെ കാര്യ മറ്റന്നത്തെ കാര്യ എല്ലാ വിഷയവും മുന്നലേ അറിയുന്നതായ റസൂലുള്ളാഹ് ഞങ്ങളിലേക്ക് വന്നോണ്ടുണ്ടോ. നാളത്തെ കാര്യവും റസൂലുള്ളാഹ് അറിയല്ലേ, മഹാന്മാരറിയും. അവർ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകാമെന്നോ അവരെല്ലാം അറിയും. മുസ്തഫായ നബി തങ്ങളും അതറിയും. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അതേ ബദ്ർ യുദ്ധം നടക്കുമ്പോ നാളെ അബൂജഹൽ ചത്ത് വീഴുന്നതവിടെ, ഉത്തുബത്ത് ചത്ത് വീഴുന്നതവിടെ എന്ന് റസൂലുള്ള പറഞ്ഞില്ലേ. ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞില്ലേ. എല്ലാ കാര്യങ്ങളും നാളെ നടക്കുന്നതും മറ്റേന്ന് നടക്കുന്നതും ഹബീബായ നബി തങ്ങൾക്കറിയോ. നബി തങ്ങൾക്ക് നല്ല ഗൈബിയായ ജ്ഞാനമുണ്ട്. മഹാന്മാർക്ക് ഗൈബറിയോ, അവർക്ക് അദൃശ്യം അറിയോ. അല്ലാഹു തആല അത് അറിയിച്ചു കൊടുക്കോ. അത് പറഞ്ഞിട്ടാണ് ഈ പെണ്ണ് പാടുന്നത്. നാളത്തെ കാര്യവും മറഞ്ഞ കാര്യവും അദൃശ്യ കാര്യവും അറിയുന്ന നബിയതാ ഞങ്ങളിലുണ്ടോ, ഞങ്ങളിലുണ്ടോ ചൊന്നിട്ടോ. ഈ മക്ക പാട്ട് ചേഞ്ചാക്കിയിട്ട് നബി തങ്ങളെ പുകഴ്ത്തിയിട്ട് പാടിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞെന്തറിയോ, ആ മക്കളോട് പറഞ്ഞെന്തറിയോ, മക്കളെ അത് വേണ്ട, ആ പാട്ട് വേണ്ട, ആ പാട്ട് വേണ്ട, നന്റെ കുറിച്ച് പാടണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിടാക്കളോട് പറഞ്ഞു, അത് ബുടറോ, നന്റെ പറ്റി പാടുന്നത് ബുടറോ, അത് ബുടറോ മക്കളെ, നന്റെ പറ്റി പാടണ്ട എന്നല്ല, ഇപ്പത് വേണ്ട. നിങ്ങ പാടിയോണ്ടുള്ള പാട്ടേ നിങ്ങ പാടറോ. ബദരീങ്ങളെ ചൊന്നിട്ട് നിങ്ങ പാടിയോണ്ടുള്ളാറല്ലേ, അങ്ങളെ പേര് ചൊന്നിട്ട് നിങ്ങ മദ്ഹാക്കിയോണ്ടുള്ളാറല്ലേ, അങ്ങളെ സ്മരണ പാടിയിട്ട് നിങ്ങ ദഫ് മുട്ടിയോണ്ടുള്ളാറല്ലേ, അത് തന്നെ നിങ്ങ പാടറോ. അത് തന്നെ നിങ്ങ ചൊല്ലറോ. നന്റെ പറ്റിയിട്ടുള്ള പാട്ടിപ്പ വേണ്ട, അത് വിടറോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ബദരീങ്ങളെ പറ്റി പാടാനും പറയാനും പ്രോത്സാഹിപ്പിക്കുകയാണ്. ആ ബദരീങ്ങൾ ദീനിന്റെ കാവലുകാരാണ്.